ഗൈസ്, അപ്പോൾ എല്ലാവർക്കും റേസിംഗ്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഫ്ലൈയിങ് മോട്ടോർ സൈക്കിൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് UdiRC എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഫ്ലൈയിങ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്വാഡ്കോപ്റ്റർ തന്നെയാണ്. 4 മോട്ടറുള്ള ഒരു ക്വാഡ്കോപ്റ്ററാണ്. അപ്പോൾ ഇൻഡോർ യൂസിൻ്റെ നിന്നാണ് ഇത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇൻഡോർ നമ്മൾ പറത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഹോള് സർഫസൊക്കെ പോലെ അതിൽ വേണ്ടി വരും. അതുപോലെ തന്നെ മോട്ടോർസൊക്കെ ഇത്തിരി അടുത്തും കൂടെ ആയതുകൊണ്ട് കൺട്രോൾസൊക്കെ ഒരു ഇച്ചിരി പാടാണ് ഫസ്റ്റ് ടൈം ഒന്ന് പറത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് ശീലവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഔട്ട്ഡോർ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിങ്ങും റിമോട്ടിലെ ഫീച്ചേഴ്സൊക്കെ കുറേയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും എന്തായാലും ഇപ്രാവശ്യം പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൺട്രോളറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ബോക്സിൽ എന്തൊക്കെ വരുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. സോ നമ്മൾ ഔട്ട്ഡോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓഡിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ നമുക്ക് എന്തായാലും ആദ്യം ഡ്രോൺ ഓൺ ചെയ്യാം. ഡ്രോൺ അല്ല, ക്വാഡ്കോപ്റ്റർ ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്തായാലും ബൈൻഡ് ചെയ്യാം. ഓക്കെ, ബൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ് ഇതിൻ്റെ ഓട്ടോ ടേക്ക് ഓഫും ഓട്ടോ ലാൻഡൊക്കെ ഉള്ള ഡ്രോണാണ്. ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡൊക്കെ ഉള്ള ഒരു ഡ്രോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പറത്തി നോക്കാം. കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ അടുത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആളില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ വീഡിയോയുടെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓ ഓ ഓ ഓ ഓ ഒരു കാറ്റുള്ളതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി പാടാണ് പറക്കാൻ വേണ്ടിയിട്ട്. കാറ്റ് നല്ലോണം പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊക്കത്തെന്ന് വെച്ചാൽ ആൾ താഴ്ത്തി പോയിട്ടുണ്ട്. അപ്പോൾ ആളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഊരെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ആൾ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതെന്ന് പറയാം. പക്ഷേ നമുക്ക് പ്രൊപ്പല്ലറിന് ഒരു ഗാർഡില്ല. ബാക്കിലെ പ്രൊപ്പല്ലറിന് ഗാർഡില്ലാത്തതുകൊണ്ട് തന്നെ ഡാമേജ് ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റാവുമെന്നുള്ളത്. കേട്ടിട്ടിപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ടിലേക്കൊന്ന് കൊണ്ടു നോക്കാം. അത്യാവശ്യം ബാലൻസ് ആയത് നോക്കാം. ഇപ്പോഴും ഇപ്പോഴും ഇതൊന്ന് ഇച്ചിരി ഒരു ബാലൻസ് ആവാനുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതിൽ ത്രോട്ടിൽ നമ്മൾ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. അത് തന്നെ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്തൊരു ഹാൻഡ്ലിംഗ് ഉണ്ടാവും. നമുക്ക് വൺ ഹാൻഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ ത്രോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. കൊടുത്തതിന് കൈവിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ ഓട്ടോമാറ്റിക്. അപ്പോൾ അതാണ് ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് അത്യാവശ്യം ആക്യുറേറ്റ് ഒന്നും അല്ല. ഇത് തന്നെത്താനും ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെത്താനും താങ്ങ് വരുന്ന കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിന് 2 സ്പീഡ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമുക്ക് സ്പീഡ് മോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇപ്പോൾ 3 പ്രാവശ്യം ബീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഹൈ സ്പീഡിലാണെന്നായി. ഒന്നുകൂടെ പ്രത്യേകം നോക്കാം. ഇത് ഫസ്റ്റ് സ്പീഡിലായിരിക്കും. സ്പീഡ് ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. ഇതാണ് ഫസ്റ്റ് സ്പീഡിലുള്ള ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കപ്പോൾ എന്തായാലും സെക്കൻഡ് സ്പീഡിലേക്ക് ഇടാം. ഇതിപ്പോൾ സെക്കൻഡ് സ്പീഡിലാണ്. ശരി, കൂടെ ഫാസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൈഡറിനെ അതിൻ്റെ പൊക്കത്തേക്ക് എന്തായാലും വെച്ചേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഇത് എവിടെയെങ്കിലും പിരിക്കും. പിന്നെ ഞാൻ മറന്നു പോകും. റൈഡർ ബായിനെ പൊക്കത്ത് വെക്കാം. ഓക്കെ, റൈഡർ ബായി ഇപ്പോൾ പൊക്കത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ റൈഡർ ബായി പൊക്കത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് നമുക്ക് എന്തായാലും തേർഡ് മോഡിൽ കൂടെ വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ തേർഡ് മോഡാണ്. നമുക്ക് സ്പീഡ് എന്തായാലും നോക്കാം. വളർത്തുമ്പോഴൊക്കെ ഭയങ്കര സ്പീഡുണ്ട്. കാറ്റുണ്ട്, അത് വേറെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്പീഡിൽ തന്നെ ഇടാം. അപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടൈം എത്രയാണ്, ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്, ചാർജിങ് ടൈം എത്രയാണ്, ഈ വക ഡീറ്റെയിൽസ് ഒന്നും ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടായില്ല. അപ്പോൾ അത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ മാക്സിമം കട്ട് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇപ്പോൾ ഒരു ഓട്ടോ ഫ്ലൈറ്റ് മോഡ് അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു. 2-3 ഓട്ടോ ഫംഗ്ഷനും കൂടെ ഉണ്ട്. കണ്ടെത്താൻ ഇത് ഓടുന്ന 2 സ്വിച്ച് ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ നെക്കി നോക്കാം. എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പാടില്ല. അത് തീർന്നു. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രോൺ ഇപ്പോൾ ലാൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററി തീരാറായതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ഒരു കയ്യിൽ എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററി തീർന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ടോട്ടൽ ടൈം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ എന്തായാലും ഓഫായ ടൈമുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ ടോട്ടൽ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടെന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഇടാൻ വേണ്ടി നോക്കാം. ഇതെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം എത്ര ഫ്ലൈറ്റ് ടൈം എനിക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ മോട്ടറൊക്കെ അത്യാവശ്യം വാമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ UdiRCയുടെ ഫ്ലൈയിങ് മോട്ടോർ സൈക്കിൾ. ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ പ്രൊപ്പല്ലറിന് ഗാർഡ് ഇല്ലാത്തത് ഒരു ഇത്തിരി ഇഷ്യൂ ആണ്. താഴത്ത് കുഴപ്പമില്ല. ഈ പുറകിലും കൂടെ ഒരു ഗാർഡ് വേണ്ടതായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും അടിച്ച് ഈ പ്രൊപ്പല്ലറും ഈ മോട്ടറും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോയിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൂടി ഇട്ടേക്കാം. അൺബോക്സിങ് വീഡിയോയിൽ ഓൾറെഡി ഇട്ടാണ്, ഇതിലും ഇട്ടേക്കാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.